ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന UAE-യിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പുത്തൻ ചലനങ്ങളെക്കുറിച്ച് നമ്മോട് വിശദീകരിക്കുകയാണ് ദുബായിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമായ ELL പ്രോപ്പർട്ടീസിന്റെ സ്ഥാപകൻ സായി ശ്യാം. കാണാം പ്രോപ്പർട്ടി ടോക്ക്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ, അതായത് ഇപ്പോൾ ബാലി, അതുപോലെ തായ്ലാൻഡ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള പറഞ്ഞ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞുള്ള ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. എന്താണ് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം? എന്താണ് നമ്മൾ ഇപ്പോൾ ദുബായ് ആയിട്ട് ഈ പറഞ്ഞ രാജ്യങ്ങളൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള, ഇപ്പോൾ ദുബായ് ആസ് എ സിറ്റി, നമ്മൾ ഇപ്പോൾ UAE ആസ് എ കൺട്രി നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇപ്പോൾ ഒരാൾക്കൊരു പ്രോപ്പർട്ടി ദുബായിൽ അല്ലെങ്കിൽ UAE വാങ്ങണമെങ്കിൽ അതിൻ്റെ ലീഗൽ ഫ്രെയിംവർക്ക് 100% ലെജിറ്റാണ്. നമുക്കൊരാൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാൾക്കൊരു ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും സെയിം ആണ്. ഒരു കള്ളത്തരവും കാണിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു പ്രോസസ്സ് അത്രയും ട്രാൻസ്പെറൻ്റ് ആണ്. നമ്മൾ വേറൊരു രാജ്യത്ത് പോകുമ്പോൾ, ഇപ്പോൾ ലെറ്റ്സ് എ ജോർജിയ, ബാലി, തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ അവിടെ രാജ്യം ആസ് എ കൺട്രി നല്ലതാണ്, പക്ഷേ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവിടുത്തെ അത്രയും സ്ട്രിക്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്, ഒരുപാട് ട്രാൻസ്പെറൻസി ഇഷ്യൂ ഉണ്ട്, ലീഗൽ ഫ്രെയിംവർക്ക് കറക്റ്റ് അല്ല, വിസ റെഗുലേഷൻസിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ലെറ്റ്സ് ഇപ്പോൾ ഒരാൾ പറയുകയാണ് ഈ പ്രോപ്പർട്ടി നിങ്ങൾ ജോർജിയയിൽ വാങ്ങിക്കൂ, നിങ്ങൾക്ക് പാസ്പോർട്ട് തരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോഴേക്കും അറിയുന്നത് ഈ പ്രോപ്പർട്ടി ഈ പാസ്പോർട്ടിലേക്കുള്ള ആ ഒരു വേക്ക് സഫീഷ്യൻ്റ് അല്ല എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങിച്ചത് വെറുതെ ആവും. പിന്നെ നമ്മൾ വിൽക്കാൻ നോക്കുമ്പോൾ വിൽക്കാൻ പറ്റിയെന്ന് വരില്ല, റിട്ടേൺസ് കിട്ടിയെന്ന് വരില്ല, അപ്പോൾ പൈസ ബ്ലോക്ക് ആവും. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞാൽ നമുക്ക് ഗോൾഡൻ വിസ കൺഫേംഡ് ആണ്. ഇപ്പോൾ 2 മില്യൻ്റെ പ്രോപ്പർട്ടിക്ക് ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ തന്നെ നമുക്കൊരു ഗോൾഡൻ വിസ എലിജിബിലിറ്റി കിട്ടും. പിന്നെ ഇതിൻ്റെ റീസെയിൽ ആസ്പെക്റ്റുകൾ, പിന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ ലെറ്റ്സ് സേ ദുബായിലൊരു പ്രോപ്പർട്ടി വാങ്ങുന്നത് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് മാനേജ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് കമ്പനികൾ മാനേജ് ചെയ്യുന്നുണ്ട്. എല്ലാം ലീഗലി സെയിം ഫ്രെയിം വർക്കിലാണ് പോകുന്നത്. ഒരു മാനേജ്മെൻറ്റ് പോളിസി ഉണ്ടാവും, ഒരു ടെനൻസി കോൺട്രാക്ട് ഉണ്ടാവും, ഒരു Airbnb ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ഉണ്ടാവും. അപ്പോൾ അത് അത്രയും ട്രാൻസ്പെറൻ്റ് ആണ്. ബാക്കി രാജ്യങ്ങളിൽ നമ്മളൊരു പ്രോപ്പർട്ടി ഇപ്പോൾ മാനേജ് ചെയ്യാൻ പറയുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ സർവീസ് ചാർജ് എത്താൻ അറിയില്ല, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരുപാട് ഹിഡൻ കോസ്റ്റുകൾ വരും. ഇവിടെ എന്ന് പറഞ്ഞാൽ 4% രജിസ്ട്രേഷൻ ഫീസ് അല്ലാതെ ഒരു ഹിഡൻ ചാർജും ഇല്ല. ഒരു മാർക്കറ്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് അടുത്ത മാർക്കറ്റ് എമർജായി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാതെ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ചെയ്താൽ നല്ലതായിരിക്കും. ഒന്നും മോശമല്ല, പക്ഷേ ഇവിടുത്തെ അത്ര ഒരു സേഫ്റ്റി, സെക്യൂരിറ്റി, ആ ഒരു ലീഗൽ ഫ്രെയിംവർക്ക്, അതിൻ്റെ ഒരു വിസ റെഗുലേഷൻസ്, ബിൽഡിംഗ് മാനേജ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ്, ഇതൊന്നും ബാക്കിയുള്ള രാജ്യങ്ങളിൽ കിട്ടണമെന്നില്ല.